ഇറ്റ്സ് മീ സൗസൻ അലി, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ നിലവിൽ ലെസ്കോ ഫോർ ക്യാമ്പിൻ്റെ കൂടെ തവാങ് ട്രിപ്പിന് വന്നാണ്. നമുക്ക് ഒരു ദിവസം ഗുവാഹട്ടിയിൽ സ്റ്റേ ഉണ്ട്. അപ്പം നമ്മൾ ആസാം ഒന്ന് ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങൾ കുറച്ച് നേരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പം ഗുവാഹട്ടി റോപ്പ് വേയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ റോപ്പ് വേ ബ്രഹ്മപുത്ര നദിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു വൈബ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ടിക്കറ്റ് കൊണ്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ 200 റുപ്പീസാണ് വരുന്നത്. നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറും. സോ ഐ വാസ് സോ ഡാം എക്സൈറ്റഡ് ബിക്കോസ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ റോപ്പ് വേയിൽ പോകണമെന്ന്. ഞാൻ മുമ്പും പോയിട്ടുണ്ട്, പക്ഷേ ഇത് ബ്രഹ്മപുത്ര റിവറിൻ്റെ മുകളിൽ കൂടെയാണ് ഈ റോപ്പ് വേ പോകുന്നത്. അപ്പം ഞാൻ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് മസ്റ്റ് ട്രൈ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ട്രൈ ചെയ്തത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഗുവാഹട്ടി ആസാമിൽ വരികയാണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്തിരിക്കണം. ഇറ്റ് വാസ് സോ ഗുഡ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് പേടിക്കാനുള്ള റൈഡൊന്നും അല്ല. നമ്മൾ പക്ഷെ പെട്ടെന്ന് താഴേക്ക് നോക്കാൻ നേരത്ത് ഭയങ്കര ഒഴുക്കുള്ളൊരു നദി, ഭയങ്കര എന്താ പറയുക വീതി വിസ്താരത്തിൽ ഇങ്ങനെ കിടക്കുന്നു. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കുറച്ച് പേടിയൊക്കെ തോന്നും. പക്ഷെ എന്നാലും റൈഡ് ഭയങ്കര സ്മൂത്താണ്, സ്ലോ ആയിട്ടേ പോവുള്ളൂ. ജസ്റ്റ് ഇടയ്ക്ക് ഒരു സൈഡ് എത്താൻ നേരത്തെ ഇച്ചിരി കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും. അപ്പോൾ മാത്രമേ കുറച്ച് നമുക്ക് എന്താ പറയുക ഫോഴ്സ് തോന്നുള്ളൂ. അല്ലാതെ നല്ല സ്മൂത്ത് റൈഡാണ്, പേടിക്കാനൊന്നുമല്ല. നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞു, വൺ വേ വന്നു. ഇനി റിട്ടേൺ പോകാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ റിട്ടേൺ പോകുന്നതിന് മുന്നേ ഈ ഏരിയ കുറച്ചൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് അവിടുത്തെ കുഞ്ഞൊരു പെട്ടിക്കടയാണ് കേട്ടോ. അവിടെ വേറെ ഷോപ്സ് ഉണ്ട്, പക്ഷേ ഇത് കാണാൻ നേരം നമ്മുടെ കേരളമായിട്ട് ഓൾമോസ്റ്റ് നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസാമിൻ്റെ ഒരു ഭാഗമാണിത്. നമ്മൾ വാക്കബിൾ ഡിസ്റ്റൻസിൽ ആ കേബിൾ കാർട്ടിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത കേബിൾ കാർട്ട് പിടിച്ച് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് തിരിച്ചെത്താനായിട്ട്. അപ്പോൾ ഈ കുഞ്ഞി വഴി കൂടെ പോയി ഇങ്ങനെ എത്തുന്നത് നമ്മുടെ ബ്രഹ്മപുത്ര റിവറിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലോസർ വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ആൾക്കാരുടെ വീടുകളും അവർ സ്റ്റോർ ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ട്. ഒരു ഗ്രാമപ്രദേശം, ശരിക്കും ഒരു പക്ക ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഫീലാണ്. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നല്ല കുഗ്രാമം പോലത്തെ ഒരു സ്ഥലമാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫുൾ ഗ്രാസ് ലാൻഡ് പോലെ. അവിടെ നമുക്ക് പോയാൽ ബ്രഹ്മപുത്ര റിവർ കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട്. നമ്മളവിടെ നിന്നിപ്പോൾ കേബിൾ കാർട്ട് റിട്ടേൺ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് ആവേശത്തിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ നേരെ കേബിൾ കാർട്ടിൽ കയറി ആ കേബിൾ കാർട്ട് വഴി റിട്ടേൺ വരാൻ നേരത്തെ നമുക്ക് ഈ നടുവിലായിട്ട് ബ്രഹ്മപുത്ര നദിയുടെ നടുവിലായിട്ട് ഒരു ഐലൻഡ് കാണാം. ഈ ഐലൻഡ് പറയുന്ന പേരാണ് പീകോക്ക് ഐലൻഡ്, അഥവാ ഉമാനന്ദ ടെമ്പിൾ ഉള്ള ഐലൻഡ് എന്നും പറയും. ഈ കാണുന്ന അമ്പലമാണ് ഉമാനന്ദ ടെമ്പിൾ. ഇവിടുത്തെ ഒരു കുഞ്ഞി ഐലൻഡാണ്. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ സ്മോളസ്റ്റ് ഇൻഹാബിറ്റഡ് ഐലൻഡ് എന്നും കൂടി പറയാം. ഇവിടെ ഒരു അമ്പലമുണ്ട്, ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇത് വിസിറ്റ് ചെയ്യാൻ, ഇത് മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഇത് വിസിറ്റ് ചെയ്യണം. ഈ തൊട്ടടുത്ത് തന്നെ ബോട്ട് ഉണ്ട്, ലൈക്ക് കോമൺ ആയിട്ടുള്ള പബ്ലിക് യൂസിന് വേണ്ടിയുള്ള ബോട്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ എത്താവുന്നതാണ്. നല്ല രസമാണ്. അപ്പോൾ വ്യൂ നല്ല ഭംഗിയുണ്ട്, അമ്പലം, കുരങ്ങന്മാരൊക്കെ. അപ്പോൾ നമ്മൾ റോപ്പ് വേ, ഗുവാഹട്ടി റോപ്പ് വേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ബ്രഹ്മപുത്ര റിവർ ഹെറിറ്റേജിൽ വന്നിരിക്കുകയാണ്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. പോണ വഴിക്ക് നമുക്ക് കോടതിയും വക്കീലന്മാരുടെ ഓഫീസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ആൻഡ് നമ്മൾ അവിടെ ആയിരുന്നു റോപ്പ് വേക്ക് പോണ വഴി. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മളിവിടെ കയറിയപ്പോൾ ബ്രഹ്മപുത്ര റിവർ ഹെറിറ്റേജിലെത്തി. നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം. എൻട്രൻസ് കൊള്ളാം. നല്ലൊരു കൂളിംഗ് ഉണ്ട്, അല്ലെ? കൂളിംഗ് ഫീലാണ്. ഇവിടെ സ്റ്റാർബക്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കയറുകയാണെങ്കിൽ സ്റ്റാർബക്സും റിവർ ഫ്രണ്ട് വ്യൂവും കാണണമെങ്കിൽ എൻട്രി ഫ്രീ ആണ്. പക്ഷെ നമ്മൾ മ്യൂസിയം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ പെർ പേഴ്സൺ 100 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവിടുന്ന് സ്റ്റാർബക്സിൽ കയറിയത് ഈ വ്യൂ കാണാൻ നിൽക്കാട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ഭംഗിയുണ്ട്.
ആ കാണുന്നതാണ് പീക്കോക്ക് ഐലൻഡ് എന്ന് പറയാം. ഈ നദിയുടെ മിഡിലായിട്ടാണ് വരുന്നത്. ഫെറി ഉണ്ട്, പോണ ബോട്ടും കാര്യങ്ങളും ഉണ്ട്, അല്ലാണ്ട് ഫെറിയും കാര്യങ്ങളും ഉണ്ട് അവിടേക്ക് എത്തിക്കാനായിട്ട്. നമ്മളിപ്പം ഇവിടുത്തെ ആർട്ട് മ്യൂസിയം എൻ്റർ ചെയ്തിരിക്കുകയാണ്. കുറേ നല്ല പെയിൻറ്റിങ്സും കാണാം. നമ്മളിപ്പോൾ നിലവിൽ ഇവിടെയാണ്. ഇതൊരു മ്യൂസിയം ആണെന്ന് പറഞ്ഞാലും ഇത് ബേസിക്കലി ഒരു ഓൾഡ് DC ബംഗ്ലാവായിരുന്നു. DC ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ബംഗ്ലാവായിരുന്നു. 1850 ക്യാപ്റ്റൻ ആർച്ചിബാൾഡ് ബോഗ്ലെ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു ബംഗ്ലാവ് പണിതത്. ഇത് മെയിനായിട്ടും ആസാമീസ് കൾച്ചറും പിന്നെ അവരുടെ തീമിലുള്ള ഫർണിച്ചർ, ആർക്കിടെക്ചർ, പിന്നെ അവരുടെ മീറ്റിംഗ് റൂം, പിന്നെ ഫിഷറിയാണ് മെയിൻ. ആസാമീസ് കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് മീൻപിടുത്തം എന്ന് പറയുന്നത്. അപ്പോൾ മീനിൻ്റെ വല, നെറ്റ്, ഫിഷിംഗ് പോള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ള ത്രെഡ് വർക്ക്സും ഡ്രസ്സിങ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു യുണീക്കാണ്. ലൈക്ക് അവിടെ കൾച്ചറാണ് മെയിനായിട്ട് ഇവർ എക്സിബിറ്റ് ചെയ്യുന്നത്. അവരുടെ ഇതുണ്ടോ ത്രെഡിങ് മില്ലാണ് ക്ലോത്ത് മേക്ക് ചെയ്യുന്നതിൻ്റെ. പിന്നെ നമുക്കിവിടെ സൂനിയേഴ്സും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞി ഷോപ്പുണ്ട് പിന്നെ തൊട്ടടുത്തായിട്ട്. ആൻഡ് യാ, ഇത് വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആണ്. ഈ DC ബംഗ്ലാവിൽ റിസൈഡ് ചെയ്ത കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. രാജേന്ദ്ര റത്പുഖാൻ, പുള്ളിക്കാരൻ കാംരൂപിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു. പഴയ മോഡൽ ക്യാമറാസ്. ഇത് ഇവിടുത്തെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിനെ കുറിച്ച് പറയുന്നതാണ്. ഇവിടെ മെയിനായിട്ട് 3 തരം സിൽക്കാണ് ഫേമസ്. മുഗാ സിൽക്ക്, പട്ട് സിൽക്ക് ആൻഡ് എറി സിൽക്ക്. അതായത് പട്ടുനൂൽപ്പുഴില്ലേ, അത് പലതരം ലീഫിൽ ഫീഡ് ചെയ്തിട്ട് അവരുടെ 3 തരം സിൽക്കിൻ്റെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. മുഗാ സിൽക്കിൽ ഈ സിൽക്ക് വം ഫീഡ് ചെയ്യുന്ന സ്വാലു ലീവ്സ് ആണ്, പത്തിൽ മൾബറി ലീവ്സും, എറി സിൽക്കിൽ കാസ്റ്റർ ഓയിലിൻ്റെ ലീഫുമാണ്. ഇത് മീറ്റിംഗ് റൂം. മുകളിൽ പോയി നോക്കാം. ആറ്റിക്കിൽ തട്ടുമ്പുറത്ത് ഇത് മൊത്തം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇത് മൊത്തം കാണുന്നത്. മൃദംഗ, നഗര, അങ്ങനെ ബംഗ്ലാവ് കണ്ടതിന് ശേഷം തൊട്ട് അതിൻ്റെ പുറത്തായിട്ട് തന്നെ കുറച്ച് ചെസ് ബോർഡ് പോലെയും സ്നേക്ക് ലാഡർ പോലെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേ ഗ്രൗണ്ട്. അവിടെ നമ്മൾ കുറച്ച് പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് മൂബിളുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ടയേർഡായി, ഭയങ്കര ടയേർഡായി. എന്തെങ്കിലും കഴിക്കാനായിട്ട് നല്ല വിശപ്പും ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നീങ്ങി തന്നെ താഴത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കാഫീസും കാര്യങ്ങളും ഉണ്ട്. നമ്മളത് സുഷി ഓർഡർ ചെയ്തു. സുഷി എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് സാധനമാണ്. ഇത് എന്താ പറയുക, കാലിഫോർണിയ റോളാണ്. പ്രോൺസ് ആണ് ഇതിനകത്ത് ഫില്ലിങ്സ് വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഭയങ്കര അടിപൊളി എന്ന് പറയൂല, കാരണം ഞാൻ മുമ്പ് സുഷി കഴിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ആവറേജ് ആണ്, പക്ഷെ എന്നാലും ഇറ്റ്സ് ഗുഡ്. അങ്ങനെ സുഷി വെച്ച് നമ്മൾ അത്യാവശ്യം എനർജറ്റിക് ആയി. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷന് പോകാനുള്ള പുറപ്പാട്ടിലാണ്. നമുക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം മുന്നേ എത്തണം. കാരണം ഓൾമോസ്റ്റ് ടയേർഡാണ്, തലേന്നും ട്രാവലിംഗ് ആയിരുന്നു. സോ നെക്സ്റ്റ് ഡേ നമുക്ക് ട്രാവലിംഗ് ആണ് വരുന്നത്. സോ മാക്സിമം ആസാമിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ ആ സ്പോട്ടുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.